കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല ചെയ്യാൻ പോണത്. നമ്മൾ നല്ല ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് നമുക്കൊരു റൂം ഫ്രഷ്നർ, അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ, നമുക്ക് വേണമെങ്കിൽ ലോഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. ഫസ്റ്റ് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം നമുക്ക് ഇളക്കിയെടുക്കാം. ഒരെല്ലി ഞാൻ കഴിക്കട്ടെ. ഇത് ഇവിടെ മേടിച്ച ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഞാൻ പലപ്പോഴായിട്ട് ഇളക്കി വെച്ചിട്ടുള്ളതായിരുന്നു. ഇതും കൂടി നമുക്കിതിലേക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം ഞാനത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് നമ്മൾ ചെയ്യുന്നതിൻ്റെ അന്ന് എല്ലാ ഓറഞ്ചിനെ പൊളിച്ചെടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ള ഓറഞ്ചിന് തൊലി എടുത്തിട്ട് നമ്മളത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. കറക്റ്റായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നല്ല പോലെ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചതച്ചാലും മതി, ഇത്ര അരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനിപ്പം നല്ല പോലെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നല്ല പോലെ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കിത് തിളപ്പിച്ചെടുക്കാനും പറ്റും. അപ്പം നമുക്കിത് ഒരു പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ള് ഞാനിപ്പോൾ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം, അതായത് 1 അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഞാൻ 2-3 ഓറഞ്ചിൻ്റെ തൊലി എടുത്തിട്ടുള്ളൂ. നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇപ്പോഴും നമുക്ക് 2 കാര്യങ്ങൾ ഇതിനകത്ത് വേണമെങ്കിൽ ചേർക്കാം. നിങ്ങൾക്ക് കറുകപ്പട്ടയില്ലേ, അതിൻ്റെ 2 പീസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഗ്രാമ്പൂവും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം അതിന് വേറൊരു മണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ എനിക്ക് കുറച്ച് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ മണമൊന്നും വേറെയാണ്. അപ്പോൾ ഏത് മണം നമുക്ക് വേണമെങ്കിലും അതിനനുസരിച്ച് ഫ്ലേവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറുകപ്പട്ടയുടെയും നമ്മുടെ ഗ്രാമ്പൂവിൻ്റെയും ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് രണ്ടും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ചാൽ മതി. അപ്പം നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പം ഗ്യാസ് കത്തിച്ച് നല്ല പോലെ ഇത് തിളച്ച് വരണം. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല പോലെ ഇത് തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയെല്ലാം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിപ്പം ആക്ച്വലി റൂം ഫ്രഷ്നറായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ബാത്റൂമോ ഒക്കെ കഴുകണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്. അതുകൊണ്ടാണ് ഇതിനകത്ത് 1 സ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കേണ്ട, 1 സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഇതിന് നല്ല പോലെ നല്ല ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇതിൻ്റെ നമ്മുടെ ജ്യൂസിന്. അപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമ്മൾ തിളപ്പിക്കുകയാണ്. അപ്പം ഇറക്കാറാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ചീത്തയാവാതിരിക്കാനായിട്ടാണ്. നമ്മുടെ ശകലം വിനാഗിരി, അതുപോലെ ഇതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പോകും, നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശകലം വിനാഗിരി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത് അപ്പം തന്നെ നമ്മൾ ഓഫാക്കാം. പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ആ ചൂടിൽ ഇതിരുന്ന് നല്ല പോലെ തണുത്ത് ശരിയായിക്കോളും. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കർപ്പൂരം, നമ്മുടെ മണത്തിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ പൊടിച്ച ഒരു 2 കർപ്പൂരമാണ് അതെടുത്ത് ഞാൻ പൊടിച്ചത്. ഇതിലേക്ക് ഞാൻ നല്ല പോലെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, കർപ്പൂരത്തിന് മണം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കറുകപ്പട്ടയും 2-3 ഗ്രാമ്പുവും കൂടി ആദ്യമേ ഇതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മണം കിട്ടും. ഇതിപ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെ മണമാണ്, ഒരു നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു മണം കിട്ടുമല്ലോ. നമ്മൾ ചില സമയത്ത് ഈ എണ്ണ കാച്ചുമ്പോഴൊക്കെ നമ്മൾ കർപ്പൂരം ഇടുമല്ലോ. അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മണം നമ്മുടെ മുടിക്കൊക്കെ കിട്ടത്തില്ലേ. അപ്പം അതുപോലെ ഒരു നല്ല ഒരു സ്മെല്ലായിരിക്കും കർപ്പൂരം ഇടുമ്പോൾ കിട്ടും. നല്ല പോലെ പൊടിച്ച് വേണം കർപ്പൂരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ല പോലെ
തണുക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരുപാട് നേരം നമ്മൾ തണുത്തതിന് ശേഷം തുറന്ന് വെക്കേണ്ട, ഇതിൻ്റെ മണമെല്ലാം നഷ്ടപ്പെടും. അപ്പം നമ്മൾ കറക്റ്റായിട്ട് തണുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റണം. ഇത് ഒരു 2-3 ആഴ്ച വരെയും ഇതൊരു കുഴപ്പമില്ലാതെ കേടുകൂടാതിരിക്കും. ഇതൊരു കുഴപ്പമില്ല. ഞാനൊരു റൗണ്ട് ചെയ്ത് നോക്കി പരീക്ഷിച്ചതാണ്. അപ്പോൾ അതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചത് കേട്ടോ. നമ്മുടെ റൂം ഫ്രഷ്നർ സൊല്യൂഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ താണ്ടെ നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പഴയ അരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എടുക്കരുത്. അപ്പോൾ ഇതിന് നല്ലൊരു മണമുണ്ട്. അത് കാരണം പിന്നെ നമുക്ക് പാലോ ചായ ഒന്നും ഇതിനകത്ത് ഇവിടെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഫുള്ള് ഇതിലേക്ക് ഇപ്പം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നല്ല പോലെ നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് കുറച്ചേ ഉണ്ടാവത്തുള്ളൂ. നല്ല തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. നല്ലപോലെ നമ്മളത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. റൂം ഫ്രഷ്നർ സൊല്യൂഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞ കളറാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലുകൾ കിട്ടും. ഇപ്പോൾ ഇതിപ്പം ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ്. ഇവിടെ ഇപ്പം കറക്റ്റ് ടൈമിൽ നോക്കിയപ്പോൾ സാനിറ്റൈസറിൻ്റെ ബോട്ടിലൊന്നും കിട്ടിയില്ല. ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന സാനിറ്റൈസറിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വെച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. പെട്ടെന്ന് നമുക്ക് ടേബിളിൻ്റെ പുറത്തോ കിച്ചണിൽ എവിടെ വേണമെങ്കിലും നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിപ്പം എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. ഞാനിപ്പോൾ ഈ സാനിറ്റൈസറിൻ്റെ ഈ ബോട്ടിലോട്ടാണ് ഞാനിപ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കാൻ പോണത്. അപ്പോൾ ഈ ബോട്ടിൽ നല്ല പോലെ കഴുകി ഉണക്കിയെടുത്തതായിരിക്കണം. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതിരുന്നാൽ കുറച്ച് ദിവസം നമുക്കിത് കറക്റ്റ് കേടുകൂടാതിരിക്കും. അപ്പോൾ നമുക്ക് ഫുൾ ഇതിൽ ഞാൻ നിറയ്ക്കട്ടെ. നമ്മുടെ റൂം ഫ്രഷ്നർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യാം. ഇതിപ്പോൾ എന്താണ്ട് നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് വീഴുള്ളൂ. അപ്പോൾ നമ്മൾ തുണിയിൽ മുക്കി ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളിതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ റൂം ഫ്രഷ്നർ സിങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ 2-3 സ്പൂൺ ഇങ്ങനെ സിങ്കിലിങ്ങനെ ഒഴിച്ചിട്ടിരുന്നാൽ മതി. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ സിങ്കിലിങ്ങനെ ഇട്ടിരുന്നാൽ മതി. അപ്പം കറക്റ്റായിട്ട് അത് നല്ലൊരു മണമായിരിക്കും. രാവിലെ നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോൾ നല്ല ഒരു അരോമാറ്റിക് മണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ കിച്ചണിൽ നല്ല ഒരു ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് കിട്ടും. ടേബിളിലൊക്കെ തുടക്കണമെങ്കിൽ ഇങ്ങനെ 1-2 സ്പൂൺ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുണിയിട്ട് തുടച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന കുപ്പി ആയിരുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ റൂമിലൊക്കെ മൊത്തത്തിൽ നല്ല മണമായിരിക്കും. എല്ലാവരും നമ്മുടെ ഓറഞ്ചിൻ്റെ ഈ തൊലി കൊണ്ടുള്ള റൂം ഫ്രഷ്നർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.